നവജാത ശിശുവിന്റെ മരണത്തിൽ എറണാകുളം കളമശ്ശേരി കിൻഡർ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് കുഞ്ഞ് മരിക്കാൻ കാരണമെന്ന് ആരോപണം. ഗുരുതരാവസ്ഥ അറിഞ്ഞിട്ടും സിസേറിയൻ നടത്താൻ ആശുപത്രി തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിച്ചു. ഏകദേശം വെളുപ്പിനായപ്പോഴേക്കും വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും മെക്കോണിയം റിലീസായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. മഷി ഇട്ടത് ഇവർ ഏകദേശം വെളുപ്പിന് 4 മണി കഴിഞ്ഞിട്ടൊക്കെ തന്നെ അറിഞ്ഞതാ PV ചെയ്തപ്പോൾ. ഞാൻ പറയുന്നുണ്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അതെൻ്റെ കണ്ടീഷൻ്റെ ആണെന്ന് അവർ ഫയലൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ബേബിയുടെ ഹെഡൊക്കെ അവർ കണ്ടുവരുമ്പോൾ മാത്രമാണ് ഡോക്ടറിനെ വിളിക്കുന്നത്. അതുവരെ നഴ്സുമാരാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. എൻ്റെ ബേബി പോയി. എൻ്റെ ബേബിയുടെ മെക്കോണിയം ഉള്ളിൽ ആസ്പയർ ആയിട്ട് അതിൻ്റെ ശ്വാസം കിട്ടാൻ, അതിന് ശ്വാസകോശത്തിനാണ് പ്രശ്നം വന്നത്. 39 വീക്സ് + 4 ഡേയ്സ് ആയിട്ടുള്ള എൻ്റെ ബേബിയായിരുന്നു. ഹെൽത്തി ബേബിയായിരുന്നു. ഒരു സ്കാനിൽ ഒരു പ്രശ്നവും ബേബിക്ക് വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ജനിച്ച 8ാം ദിവസമാണ് കുഞ്ഞ് മരിക്കുന്നത്. മൃതദേഹവുമായി കുടുംബം ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. എന്നാൽ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. നോർമൽ ഡെലിവറി ആയതിനു ശേഷം കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി ഡിസ്ട്രസ് കണ്ടപ്പോൾ നോർമൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗ്രേഡ് 1 അല്ലെങ്കിൽ അതിൻ്റെ ബിലോയിലോ എമർജൻസി LSS ചെയ്യേണ്ട സിറ്റുവേഷൻ ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത കാരണം നമ്മളത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഡിസ്ട്രസ് കണ്ടപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. ഇതിനുശേഷം പേഷ്യൻറ്റ് ബൈസ്റ്റാൻഡർ അവർ ആവശ്യപ്പെട്ടവരാണ് നമ്മുടെ എല്ലാ ക്ലിനിക്കിൻ്റെയും നമ്മുടെ ഷബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, എറണാകുളത്തെ കളമശ്ശേരിയിലുള്ള കിൻഡർ ആശുപത്രിക്കാണ് ഈ പിഴവ് സംഭവിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടി, എനിക്ക് തോന്നുന്നത് മഷി എന്ന് പറയുന്ന അത് ഗർഭസ്ഥാവസ്ഥയിലുള്ള ഒരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡ് കുട്ടി കഴിച്ചു എന്നതറിഞ്ഞിട്ടും സിസേറിയൻ നടത്തിയില്ല. ഗുരുതരമായൊരവസ്ഥ തിരിച്ചറിഞ്ഞിട്ടും സിസേറിയൻ നടത്തിയില്ല എന്നതാണോ കുടുംബത്തിൻ്റെ ആരോപണം? എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഷബാഷ്? അരുൺകുമാർ, കൊച്ചി ചളിക്കവട്ടം സ്വദേശികളായ റൊമാരിയോ അലീന ദമ്പതികളാണ് കളമശ്ശേരിയിലെ കിൻഡർ ആശുപത്രിക്കെതിരെ ഗുരുതരമായൊരു ചികിത്സാ പിഴവ് ആരോപണം ഉയർത്തുന്നത്. ഈ ആശുപത്രിയുടെ അനാസ്ഥ കാരണമാണ് തങ്ങളുടെ 8 ദിവസം മാത്രം പ്രായമായ കുഞ്ഞ് മരിക്കാൻ ഇടയായതെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഈ മാസം 15-ാം തീയതിയാണ് അലീനയെ കിൻഡർ ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 16-ാം തീയതി രാവിലെയോടുകൂടിയാണ് ഈ പ്രസവം നടക്കുന്നത്. അന്ന് തന്നെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയെങ്കിലും 8ാം ദിവസം ഈ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ കുടുംബം പറയുന്നത് ഈ 16-ാം തീയതി രാവിലെ തന്നെ ഈ കുഞ്ഞ് മഷി വിഴുങ്ങിയതറിഞ്ഞ്, അതായത് ഈ കുഞ്ഞിൻ്റെ വിസർജ്യം കുഞ്ഞ് തന്നെ വിഴുങ്ങിയതറിഞ്ഞ് ഗുരുതരാവസ്ഥയിലായ കാര്യം ഈ ഡോക്ടർമാരടക്കം അറിഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും സിസേറിയൻ നടത്താൻ തയ്യാറായില്ല. ആശുപത്രിയുടെ പരസ്യം എന്ന് പറയുന്നത് പൂർണ്ണമായി സുഖപ്രസവം എന്നതാണ്. പക്ഷേ ആ പരസ്യത്തിന് കോട്ടം തട്ടുമെന്ന കാരണം കൊണ്ട് ഈ ആശുപത്രി അധികൃതർ ഒരു സിസേറിയന് തയ്യാറാകാതെ പിന്നെയും മണിക്കൂറുകളോളം സുഖപ്രസവത്തിനായി കാത്തിരുന്നൊരു ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആ കാത്തുന്നത് കാരണമാണ്, ആ വൈകിപ്പിച്ചത് കാരണമാണ് തങ്ങളുടെ കുഞ്ഞ് മരിക്കാൻ ഇടയായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. കുഞ്ഞിന് അത്തരത്തിലൊരു ഗുരുതരാവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സുഖപ്രസവത്തിന് കാത്തുന്നതെന്നാണ് പറയുന്നത്. കുഞ്ഞ് ജനിക്കുന്ന സമയത്തും യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.